രാഹുലേട്ടാ, നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് ഇത് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അദ്ദേഹം എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കൊണ്ടാണ് എന്ന് കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ടൊന്നും അല്ല കോൺഗ്രസ് വിജയിച്ചത്. അങ്ങനെയെങ്കിൽ പിന്നെ ഭരണവിരുദ്ധകാരമാണോ കോൺഗ്രസിനെ വിജയിപ്പിച്ചത്? അല്ല, അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ആ കാര്യം രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ വരുന്നോ ഒരു വണ്ടി നിറച്ച അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് പോവുകയാണ്. ശബരിമലയിലേക്ക് പോകുമ്പോൾ അവർ ഇട്ടിരുന്ന പാട്ട് പോറ്റിയേ കേറ്റിയേ, ഈ പാട്ടാണ് അവർ ഇട്ടിരുന്നത്. ഗണേഷ് കുമാർ നോക്കിയിട്ട് എന്താണ് ഇവർ പാട്ടിങ്ങനെ ഇട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്ല, UDF അയ്യപ്പന്മാരെ വഞ്ചിക്കുകയാണ്. UDF ആണ് എനിക്കൊന്നു പ്രതിപക്ഷ നേതാവ് ആ വണ്ടിക്കകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ പാട്ട്, പ്രതിപക്ഷ നേതാവാണല്ലോ പോയിട്ട് നിങ്ങൾ അയ്യപ്പന്റെ വേറെ പാട്ടുകളൊന്നും കേൾക്കണ്ട, ഈ പാട്ട് മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് വെച്ചു കൊടുത്തത്. എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവായിരിക്കാം. അല്ല, ഇതുപോലെ കട്ടത് പക്ഷെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല, അതാണ് തെറ്റ് എന്ന് പറയുന്നത് പോലെയാണ്. വലിയൊരു കൊള്ള നടത്തിയതിൽ അവർക്ക് തെറ്റൊന്നും കാണിക്കാനില്ല. ആ കൊള്ള ചൂണ്ടിക്കാണിക്കുന്നതിൽ, ആ കൊള്ള എടുത്തെടുത്ത് പറയുമ്പോൾ അയ്യപ്പനെ വിൽക്കുകയാണ് നിങ്ങൾ. അവരാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ ഉൾപ്പെടുന്ന നമ്മുടെ ഇടത് സർക്കാരാണ് ഇപ്പോൾ. നമ്മുടെ നാട്ടില് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അഴിമതികളെല്ലാം നടന്നു കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ ആകുമ്പോൾ ഇത്തരത്തിലോ ഏതെങ്കിലും കലാരൂപത്തിൽ അത് പ്രതിഫലിക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല. ഈ ചാക്യാർ കൂത്ത് എന്ന് പറയുന്ന കൂത്ത് എങ്ങനെയാണ് തുടങ്ങിയത്? ആക്ഷേപഹാസ്യങ്ങളാണ്. നാടകങ്ങൾ, സിനിമകൾ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ വിഷയങ്ങളെയും എടുത്തു വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എത്രയോ സർക്കാസ്റ്റിക് പ്രോഗ്രാമുകൾ ഏതെല്ലാം ചാനലിൽ പോകുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഗം എന്ന് പറയുന്ന ഒരു പരിപാടി ഏഷ്യാനെറ്റ് ന്യൂസിനകത്തുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സർക്കാസ്റ്റിക് ആയിട്ട് ഓരോ ആളുകളെയും വലിച്ചു കീറുന്ന ഒരു പരിപാടിയാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ടത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ചാനലിലെ ഐഡന്റിറ്റി പ്രോഗ്രാം അല്ലെങ്കിൽ ഐഡിയൽ പ്രോഗ്രാമാണ് കൂരായണ. അത് കൃത്യമായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് തമാശ രൂപേണ അവതരിപ്പിക്കുന്നത്. അത് ഇത്തരത്തിൽ ഒരുപാട് പരിപാടികളുണ്ട്. അതിനേക്കാൾ ഉപരി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന പാട്ടുകൾ, ഇതെല്ലാം ഓരോ കലാരൂപങ്ങളാണ്. കലാരൂപങ്ങളായിട്ട് ഇപ്പോൾ പാട്ടുകളായിട്ടോ നാടകങ്ങളായിട്ടോ ഇത്തരത്തിൽ ഒരു സർക്കാർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രതിപക്ഷ നേതാവ് പോയിട്ടാണ് ആ പാട്ടിട്ടേക്കുന്നത്. UDF-കാരോട് അയ്യപ്പൻ ചോദിക്കുമെന്നാണ്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച CPM-കാരോട് അയ്യപ്പൻ ചോദിക്കത്തില്ല. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് പാട്ടിറക്കിയ UDF-കാരോട് അയ്യപ്പൻ ചോദിക്കും. അതിനപ്പുറത്ത് ഗണേശൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയ ഗാനം കൊണ്ടാണ് UDF വിജയിച്ചത് എന്നുള്ള തെറ്റായ ധാരണ UDF-നുണ്ട്. അത് മാറ്റിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് LDF തോറ്റിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിന് കൗണ്ടറായി മാറില്ലേ? കാരണം ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി പറഞ്ഞിരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഒരിച്ചിരി പോലും ഇല്ല. പിണറായി വിരുദ്ധത ഉണ്ടായിരുന്നു, പക്ഷെ ഭരണവിരുദ്ധത ഉണ്ടായില്ല എന്ന്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായി പോയി ഇപ്പോൾ തീർച്ചയായിട്ടും ഗണേഷ് കുമാറിനെ സംബന്ധിച്ച്. അത് മാത്രമല്ല, അദ്ദേഹം നിലപാടുകളെ പറ്റി പറയുന്നുണ്ട്. ബിന്ദു കൃഷ്ണയുടെ നിലപാടിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്ന മഹാന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. UDF-ൽ നിന്നുകൊണ്ട് UDF-നെ വഞ്ചിച്ച് ഒറ്റ രാത്രിക്ക് രാത്രി നിലപാട് മാറ്റിയ ആളാണ് ഗണേഷ് കുമാർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹത്തിനെ ചതിച്ചൊരാളാണ്. അദ്ദേഹം ചെയ്യുമ്പോൾ അത് ന്യായവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് അന്യായമായി മാറുന്ന ഒരു പ്രത്യേക തരം നിലപാടിന്റെ ഒരു രാജാവാണ്. ശകലം പോലും ഉളുപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ശകലമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരരുത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങളുടെ പഴയ കാലത്തെ പറ്റി ആലോചിച്ച് നോക്കണം. പഴയ കാലത്ത് UDF-നെ ചതിച്ചിട്ട് എങ്ങനെയാണ് LDF-ലേക്ക് പോയതെന്നും മന്ത്രിസ്ഥാനം എങ്ങനെയാണ് കിട്ടിയതെന്നും UDF-ൽ മന്ത്രിയാകാൻ വേണ്ടി കളിച്ച കളികൾ എന്തൊക്കെയാണെന്നും ഉമ്മൻചാണ്ടി മരണപ്പെടുന്നതും വരെ ഉമ്മൻചാണ്ടി രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ കാര്യങ്ങൾ എന്താണെന്നും ഗണേഷ് കുമാർ ആലോചിക്കണം. പഴയ കാലത്തെ പറ്റി ആലോചിക്കണം. നിലപാടുകളെ പറ്റി പറയുമ്പോൾ, UDF-കാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ
LDF-നെ സംബന്ധിച്ച് LDF-നെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിഷയമായിട്ട് ഗണേഷ് കുമാർ ഇപ്പോൾ മാറി മാറി വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ LDF-ൽ നിന്നുകൊണ്ട് LDF-നെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് തെറ്റല്ലെന്ന് പറയാൻ സാധിക്കില്ല. ഗണേഷ് കുമാറിന് ഒരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട്, ഓവർ കോൺഫിഡൻസ് വെച്ച് കഴിഞ്ഞാല് 2 തവണ LDF-നോടൊപ്പം 1 തവണ UDF-നോടൊപ്പം അദ്ദേഹം വിജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഓവർ കോൺഫിഡൻസ്, ഇനി തന്നെ ആരും എതിർക്കാനില്ല, ഇനി പത്തനാപുരത്ത് താൻ നിന്ന് കഴിഞ്ഞാൽ താൻ മാത്രമേ ജയിക്കൂ എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്. ഈ ഓവർ കോൺഫിഡൻസ് ആണ് എപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഓരോ തവണയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാൻ. ജനങ്ങൾ നിങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പിന്നീട് UDF-നെ സംബന്ധിച്ച് പത്തനാപുരം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് UDF-ന്റെ സംഘടനാ സംവിധാനം വളരെ മോശമായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് LDF മെജോറിറ്റി ഉള്ള ഒരു ഒരു മണ്ഡലമാണ് പത്തനാപുരം എന്ന് പറയുന്നത്. CPI മെജോറിറ്റി ഉള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ഈ കൊല്ലം ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പത്തനാപുരം പഞ്ചായത്ത് ഇതെല്ലാം പിടിച്ചിട്ടുള്ള UDF ആണ്. ഗണേഷ് കുമാറിന്റെ പാർട്ടി എത്ര സീറ്റുകൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിടിച്ചു എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതാണ്. കാരണം അദ്ദേഹം LDF-ന്റെ UDF-ന്റെയും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിയുടെ വളർച്ച, സ്വന്തം പാർട്ടിക്ക് എത്ര സീറ്റുകൾ വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ചർച്ച നടത്തുന്നത് അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി ഗണേഷ് കുമാറും കൂടെ അവിടെ തോറ്റുപോയി കഴിഞ്ഞാൽ അവിടെ പാർട്ടി ഇല്ലാതായി പോകും. ഇനി കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന ഒരു പാർട്ടി കേരള ഭൂഖണ്ഡത്തിൽ എങ്ങും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ചെന്നെത്തുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ബിന്ദു കൃഷ്ണയുടെ നിലപാടുകൾ അന്വേഷിക്കാൻ പോകുമ്പോൾ സ്വന്തം നിലപാടുകൾ കൂടി അദ്ദേഹം ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതാണ്. ഓരോ സമയവും ഓരോ നിലപാടുകളുമായിട്ട് വരുന്ന ഒരാളാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ആരോടൊപ്പം പോകുന്നു? ഇപ്പോൾ നമുക്കറിയാം ഗണേഷ് കുമാറിന്റെ വാക്ചാതുര്യം എന്ന് പറയുന്നത് അത്രത്തോളം വലിയൊരു പ്രാസംഗികനാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും എടുത്തു വെച്ച് അലക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. VS അച്യുതാനന്ദനെ കാമപ്രാന്തൻ എന്ന് വിളിച്ചതിന് ശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിയിട്ട് അത് തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ. അദ്ദേഹത്തിന്റെ മരണ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ വായടച്ച് മിണ്ടാതെ മൗനമായി പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. തന്റെ നിലപാടുകൾ ആദ്യമേ അന്വേഷിച്ച് തന്റെ നിലപാടുകൾ ശരിയാണോ എന്ന് സ്വയം ഒരു അവലോകനം നടത്തിയിട്ട് വേണം മറ്റുള്ളവരുടെ നിലപാടുകൾക്ക് പുറകെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോ സ്വന്തം അച്ഛൻ പറഞ്ഞിട്ടുള്ള നിലപാടുകളാണെങ്കിലും അത്തരത്തിലുള്ള നിലപാടുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളും എടുത്തു വെച്ച് അലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ UDF-നെ അലക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പോറ്റിയെ കേറ്റിയെ പാട്ടിട്ടത് UDF-കാരാണ്, ഇവിടുത്തെ അയ്യപ്പന്മാരെ UDF-കാർ ചതിക്കുകയാണ്, അയ്യപ്പൻ ഇതിനെല്ലാം പകരം ചോദിക്കുമെന്ന് പറയുമ്പോൾ LDF-ൽ ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പത്മകുമാറും വാസുവും ഒക്കെ CPM-കാരാണ്. ഇവരോട് തോന്നാത്ത ഒരു ദേഷ്യവും അയ്യപ്പന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടോ UDF-കാരോടോ തോന്നത്തില്ല എന്നുള്ളൊരു സാമാന്യ ബോധമെങ്കിലും ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ടതുണ്ട്.